സായിനെ പിന്നീട് കളിയാക്കിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ. സായിയുടെ വയ്ക്കും സായി ഗെയിമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, ഇത് ആർക്കെ കിട്ടിയെന്ന് വയ്ക്കും. സാധനം എന്തായാലും ഉണ്ടെന്നപ്പോ സായി പറയും. അപ്പോഴാണ് ലാലേട്ടൻ സായിനെ കളിയാക്കണത്. സീക്രട്ട് അല്ലേ, അത് പറയാൻ പാടില്ല എന്നല്ലേ, സീക്രട്ട് സൂക്ഷിക്കുന്ന ആളല്ലേ, സീക്രട്ട് ഏജന്റ് അല്ലേ, എന്നിട്ട് പറഞ്ഞോന്നൊക്കെ ചോദിക്കുവാണ് ലാലേട്ടൻ. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൺഫെഷൻ റൂമിൽ ക്യാമറയുടെ അവിടെ പോയി ചോദിച്ചു എന്നെ വിളിക്കോ എന്നൊക്കെയാണ് സായി പറയണത്. സായി ആയിട്ട് പറഞ്ഞു ഞാൻ കുറച്ചുകൂടി ഗെയിമൊക്കെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു കൺഫെഷൻ റൂമിലേക്ക് വിളിക്കോന്നൊക്കെ ചോദിച്ചതെന്ന് പറയും. ലാലേട്ടൻ പറഞ്ഞു അത് അപ്പോഴൊന്നും പറയാൻ പാടില്ല, അതാണല്ലോ ഗെയിം, അത് ചോദിക്കുമ്പോഴായിരുന്നു പറയാൻ പാടുള്ളൂ എന്നൊക്കെ. സായി പുള്ളിയുടെ ഐഡിയ എന്നുള്ള രീതിയിൽ കുറെ തള്ളിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നല്ലോ. പക്ഷെ ലാലേട്ടൻ വീഡിയോ ഒന്നും കാണിച്ചു കൊടുത്തില്ല. അർജുന്റെ പ്ലാൻ ആണെന്നുള്ള രീതിയിൽ കാണിക്കുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അതൊന്നും കാണിച്ചില്ല. ഇനിയിപ്പോ ഇന്ന് അതിനെപ്പറ്റി സംസാരിക്കുമോ എന്ന് അറിയില്ല. ഇന്നലെ ടോപ്പിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇനി സംസാരിക്കാൻ സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്ത ഡെൻ ടീമിനെയും പ്രത്യേകിച്ചൊന്നും പറയുന്നതായിട്ടൊന്നും കണ്ടില്ല. അതും ഇന്നിനി പറയുമോന്ന് ആർക്കറിയാം. സായിക്ക് പിന്നെ എന്തായാലും ശ്രീരേഖയ്ക്ക് ഡയമണ്ട് കൊടുക്കേണ്ട വരില്ല. ശ്രീരേഖ ഓൾറെഡി എവിറ്റ് ആയി, അതുകൊണ്ട് പിന്നെ ഡയമണ്ട് സായിക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. 10th വീക്കിലെ നോമിനേഷനിൽ നിന്ന് ഫ്രീ ആവാം.